ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെ ആയിരിക്കും. നിങ്ങളുമായി അകന്നു നിൽക്കുന്നതിൽ ഈ വ്യക്തിയുടെ മനോഭാവവും നിലപാടും എന്താണ്? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മുഴുവനുമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിലുപരി നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എൻഡിങ്സ് ആർ ഇൻവിറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു പെൺകുട്ടി വളരെയധികം വിഷമിച്ച് തന്റെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. താൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം അകന്നു പോയിരിക്കുകയാണ്. ആ ഒരു അകന്നു പോയ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്, വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അപ്പോൾ പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ വ്യക്തി, അതായത് ഈ പെൺകുട്ടീനെ നിങ്ങളുടെ വ്യക്തിയായിട്ടാണ് സങ്കല്പിക്കേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി. അപ്പോൾ എത്രത്തോളം നഷ്ടമായി പോയാലും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ അകന്നു പോയാലും എൻഡിങ്സ് ആർ ഇൻവെറ്റബിൾ, അതായത് ഒരിക്കലും എവിടെയും തീർന്നു പോകാൻ പോകുന്നില്ല. എവിടെയും ഈ ഒരു ബന്ധം അല്ലെങ്കിൽ എവിടെയും നീയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കുവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കോൺഫിഡൻസ് ആണ്. അതായത് നിങ്ങളുമായിട്ട് എത്രമാത്രം അകന്നാണ് നിൽക്കുന്നതെങ്കിൽ പോലും വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. എത്രമാത്രം അകന്നാണ് നിൽക്കുന്നതെങ്കിലും, എത്രമാത്രം ഇത് തീർന്നു, ഇതോടുകൂടി റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണെങ്കിൽ പോലും എന്താണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഇതൊരിക്കലും അവസാനിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അതുപോലെ 4 ഓഫ് പെൻഡക്കിൾസ് ആണ് കാണിക്കുന്നത്. കാരണം ഇവിടെ പലപ്പോഴും ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റു പലവർക്കും പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റു പലവർക്കും എന്താ പറയാ, സമൂഹത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ രീതിയായിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, ഈ വ്യക്തിയുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ടായിരിക്കാം, എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്നും അകന്നു നിന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സന്റെ പാരന്റ്സ് പറയാണ് നിങ്ങളുമായിട്ട് ബന്ധം വേണ്ട, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നതിനനുസരിച്ച്, അതായത് പാരന്റ്സ് പറയുന്നതിനനുസരിച്ച് അനുസരിക്കുകയും അവര് പറയുന്നത് പോലെ ചെയ്യുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാകാം, കൊളീഗ്സ് പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം. അപ്പോൾ അത്തരം കാരണങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു കാലഘട്ടത്തിൽ വേറെ മറ്റു പല ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് എന്താ പറയാ, തീരുമാനിക്കാനും അവർ പറയുന്നത് അനുസരിക്കാനും ഒക്കെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സേക്രഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, അതായത് റെവറൻറ്റ് അപ്രീസിയേഷൻ പ്രയർ ആണ്. അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോൾ, ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്നും മാറിപ്പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം തരാത്ത രീതിയിലൊക്കെ നിന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നന്ദിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് നന്ദി പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സേക്രഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള പ്രയർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ നന്ദിയും പറയുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്.
യെസ്, വെൽ ബീയിങ് ആണ്. അതായത് ഈ റിലേഷൻഷിപ്പ്, ഈ പേഴ്സൺ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം എത്ര മനോഹരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഓക്കെ, അതായത് എത്ര മനോഹരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഈ റിലേഷൻഷിപ്പ് എത്രമാത്രം നെഗറ്റിവിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രണയത്തിന്റെ വലിയ രീതിയിലുള്ള ആവശ്യകതയുണ്ട്. അതായത് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോടാണ് ഈ പേഴ്സന്റെ സോൾ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കിപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും കരിയർ പരമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും അവിടെയെല്ലാം നല്ല രീതിയിൽ കുറവായിട്ടിരിക്കുന്നത് പ്രണയം തന്നെയാണ്. ഈ വ്യക്തിക്ക് കിട്ടാത്തതും ആ ഒരു പ്രണയം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രണയം വളരെ മനോഹരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിനെ അത്രമാത്രം ഒരു ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിന് അത്രയും പ്രാധാന്യത്തോടെ ജീവൻ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രണയം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളതും ഈ വ്യക്തിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും നിങ്ങളിലൂടെ മാത്രമാണ്. ഓക്കെ, നിങ്ങളിലൂടെ മാത്രമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, എന്താ പറയാ, പ്രണയമാണ് വേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഫീലിങ്സിലൂടെ മാത്രമാണ് ഈ വ്യക്തിയുടെ ഹൃദയം തണുക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് വരുന്നത്. അപ്പൊ പ്രണയം എന്ന് വിചാരിക്കുമ്പോൾ അത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക് എനർജികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സത്യമായിട്ടും കാണാൻ കഴിയുന്നു. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് തരുന്നു, നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആ ഒരു ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നിങ്ങളോട് ഇഷ്ടക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ പ്രണയത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ സ്നേഹത്തെ സംശയിച്ചിട്ടുണ്ടാകാം. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ അത് നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നത് ഒരു എന്താ പറയാ, മറ്റുള്ളവർ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി പ്രവഹിച്ചു എന്നാണ് കാണിക്കുന്നത്. കാരണം അത് റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കാം. എന്തുകൊണ്ടോ ഒരു ബ്ലാക്ക് മാജിക് എനർജി നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജഡ്ജ്മെന്റ്, അതായത് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും മാറിപ്പോയി എന്നാണ് കാണിക്കുന്നത്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ സംശയിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ചും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പേഴ്സൺ അതിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കരകയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഇവിടെ ഈ പേഴ്സന്റെ പേടി അങ്ങേയറ്റമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ നന്നായിട്ട് പേടി, അതായത് ഈ എസ്പെഷ്യലി ഈ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയൊക്കെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും വിത്തൗട്ട് എനി റീസൺ. പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഒരു റീസണും ഇല്ലാതെ ആശങ്കകൾ വരും, ആങ്സൈറ്റി വരും. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പൊ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാകാം, ഇപ്പോൾ പല കാരണങ്ങൾ. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ശാരീരികപരമായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല,
പക്ഷെ എന്നിട്ടും ഈ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അത് ഒരു പരിധിവരെ ബ്ലാക്ക് മാജിക് എനർജി ആകാനായിട്ടുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ അങ്ങേയറ്റം ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അനാവശ്യമായിട്ട് പേടി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് വന്നിട്ടുണ്ടാകാം. പേടി, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, ഒന്നിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തി അതിശക്തമായിട്ടുള്ള സോഡിയക് അലൈൻമെന്റിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അതായത് സോഡിയക് അലൈൻമെന്റിൽ പെട്ടിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആയിരിക്കാം. അതായത് ആ ഒരു തീയും വെള്ളവും അതിൻ്റെ ഒരു സംയോജനമായിരിക്കാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ വ്യക്തി മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്നും ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ നെഗറ്റീവ് എനർജീനെല്ലാം തന്നെ തുരത്തി ഓടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമിക് ഡെപ്റ്റ് ആണ്. അത് ഒരു കടം പോലെ കിടക്കുന്നുണ്ട്. ചില കർമ്മങ്ങളാണ് അത് മുജ്ജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിന്നോ പൊട്ടിമുളച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യം, അതായത് ആ ഒരു കാർമിക് ഡെപ്റ്റ്, അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ ഒരു കടം പോലെ കിടക്കുകയാണ്. അത് മുജ്ജന്മത്തിൽ നിന്നും വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മമായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ ഒരു പരിധി വരെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ റിലേഷൻഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ ആസ്ട്രോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാകണം, ജ്യോതിഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള പരിഹാര ക്രിയകൾ, പരിഹാരമായിട്ടുള്ള കർമ്മങ്ങൾ, ക്രിയകൾ, പൂജ, പ്രാർത്ഥന കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടാകണം. ഓക്കെ, ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ എന്നാണ്. അതായത് ഇവിടെ ആ ഒരു നെഗറ്റീവ് എനർജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല രീതിയിലും നമ്മളെ ബാധിക്കും. അപ്പൊ ഇവിടെ ഈഗോയിസ്റ്റിക് ആയിട്ടാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈഗോയിസ്റ്റിക് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈഗോ, അഹങ്കാരത്തിലേക്ക് പോവുക, അഹങ്കാരമായിട്ട് നിങ്ങളോട് പെരുമാറുക, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ പിന്നീട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പകുതി മുക്കാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റല്ല, അതൊന്നാമത്തെ കാര്യം. കാരണം ഇത് ശത്രുക്കളുടെ ആ ഒരു പ്രവൃത്തി മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യപ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രൊട്ടക്ഷനോ ഒക്കെ എടുക്കുന്നുണ്ടാകണം. മേ ബി പ്രൊട്ടക്ഷനോ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ജ്യോത്സ്യ സംബന്ധമായിട്ട് ആസ്ട്രോളജി പരമായിട്ടൊക്കെ നോക്കുന്നുണ്ടാകണം. യെസ്, 2008 കുറെ ഡേറ്റും വർഷമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. 26-ാം തീയതി 2025, 1999, 2027, 999 ഏഞ്ചൽ നമ്പർ, 18-ാം തീയതി 5-ാം തീയതി മഹാരാഷ്ട്ര, ലെറ്റർ സി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.